ഗൈസ്, എല്ലാ വർഷത്തെയും പോലെ ഈ വർഷത്തെ ഇൻഡിപെൻഡൻസ് ഡേ നമ്മൾ വളരെ ഗംഭീരമായി തന്നെ ആഘോഷിച്ചു. അപ്പോൾ രാവിലെ 7:30 മണിയാകുമ്പോഴത്തേനും സ്കൂളിലേക്ക് എത്താനുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തത്രപ്പാടാണ് കേട്ടോ. രാവിലെ തന്നെ ഏട്ടനെ സ്കൂളിലേക്ക് കൊണ്ടുവിടുമായിരുന്നു. നല്ല മഴയായതുകൊണ്ട് തന്നെ വാനൊക്കെ മിസ്സായിപ്പോയി. അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് വിട്ടു. അപ്പോൾ 7:30 ആകുമ്പോഴത്തേനും നമ്മൾ സ്കൂളിലേക്ക് എത്തി. അപ്പോൾ അവിടെ പ്രോഗ്രാം മഴ കാരണം നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്കായിരുന്നു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒന്നും കാണാത്തത്. ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആയി അറ്റൻഡൻസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയി. അപ്പോൾ നമ്മുടെ ഗസ്റ്റിനെ വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മുടെ സ്കൂളിൻ്റെ സ്ഥാപകനായിട്ടുള്ള നമ്മുടെ MP മുഹമ്മദ് ഷാഫി സർ, അദ്ദേഹത്തിൻ്റെ മകൻ ഷഹീൻ സർ, സ്കൂൾ മാനേജർ ഷംസുദ്ദീൻ സർ, സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ജലീൽ പി, അഡ്മിനിസ്ട്രേഷൻ സാദിഖ് സർ, അങ്ങനെ നമ്മുടെ സ്കൂളിലുള്ള എല്ലാവരെയും ആനയിച്ച് കൊണ്ടുവരാൻ കുട്ടികളൊക്കെ കയ്യടിച്ചാണ് അവരൊക്കെ അറിവേറ്റത്. ശേഷം നമ്മുടെ ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് സെറിമണി നടന്നു. അപ്പോൾ ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങിനുള്ള പരേഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം. ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങും ഓർഡറൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിക്കുകയായിരുന്നു അവിടെ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ പ്രോഗ്രാമിനുള്ള കുട്ടികളൊക്കെ ഒരുങ്ങി ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ പുതിയതായിട്ടുള്ള കുട്ടികളുടെ കാര്യങ്ങൾ, പിന്നെ അതിനുശേഷം ഗ്രൂപ്പ് ഐറ്റംസൊക്കെ ആയിരുന്നു. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് ദേശഭക്തി ഗാന മത്സരം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ചെറിയ കുട്ടികളുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഇപ്പം പ്രസൻറ്റ് നടന്ന നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ, അതായത് നമ്മുടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നല്ലൊരു തിരിച്ചടിയായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു തീമാണ് നമ്മുടെ കുട്ടികൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ കുട്ടികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ഏതൊരാളുടെയും ശുഭ പ്രതീക്ഷകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പ്രതീക്ഷകളോടുകൂടി, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള വെറും 6 ദിവസം മാത്രമാണ് അവരൊരുമിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നാളുകളുടെ ആശകളും പ്രതീക്ഷകളും ഒക്കെ മനസ്സിൽ വെച്ച് പോയവരായിരിക്കാം. പക്ഷേ നിർഭാഗ്യവശാൽ അവർ 2 പേര് പോയതിൽ അവൾ മാത്രം മടങ്ങേണ്ട ഒരു അവസ്ഥ നമ്മളെല്ലാവരും കണ്ടു നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ നിമിഷം നമ്മൾ ഓരോ ഇന്ത്യക്കാരും മനസ്സിലുറപ്പിച്ചതായിരുന്നു പാകിസ്ഥാനെതിരെയുള്ള തിരിച്ചടി. അത് നമ്മൾ കൊടുത്തിരിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് തിരിച്ചടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന, അതായത് ഒരു സ്ത്രീയുടെ സിന്ദൂരമാണ് മായ്ച്ച് കളഞ്ഞത് എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം ഇതിന് ഇത്രയും അന്വർത്ഥമായിട്ടുള്ളൊരു പേര് മറ്റൊന്നും നമുക്ക് കാണാനില്ല. എന്തായാലും എല്ലാ ഇന്ത്യക്കാരുടെയും മനസ്സ് ഒരുപോലെ വേദനിച്ച ഒരു ദിവസം തന്നെയായിരുന്നു നമ്മുടെ പഹൽഗാം ആക്രമണം. അപ്പോൾ എന്തായാലും അവർക്ക് വേണ്ടിയുള്ള ഒരു ട്രിബ്യൂട്ടായിട്ട് തന്നെ നമ്മുടെ കുട്ടികൾ വളരെ മനോഹരമായിട്ട് ഈ ഒരു തീം വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ആ ഒരു നിമിഷം നമ്മൾ കുട്ടികളിലൂടെ ഒന്ന് ഓർത്തുപോയി. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. നമ്മളോട് കളിച്ചാൽ നമ്മൾ വിടൂല എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരൊറ്റ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമ്മുടെ ഈ വർഷത്തെ
തീമായിട്ട് നമ്മൾ എടുക്കാനുള്ളൊരു കാരണവും അത് തന്നെയാണ്. പിന്നെ അതുമാത്രമല്ല കേട്ടോ, നമ്മുടെ മറ്റു കുട്ടികളുടെ ഒരു കായിക പ്രകടനങ്ങൾ കൂടിയുണ്ട്. പിരമിഡ് ഡാൻസ് ആണോ എന്ന് ചോദിച്ചാൽ പിരമിഡ് ഡാൻസാണ്. പക്ഷേ അതിൻ്റെ കൂടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ജമ്പിങ്ങും ക്ലിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ അവിടെ എങ്ങനെയാണ് ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടായതെന്നൊക്കെ ഒന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ബാക്കി കൂടെ നമുക്കൊന്ന് കാണാം കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും മുഴുവനായി കാണുക. കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ. ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ നേരുകയാണ്. ഒരൊറ്റ നിമിഷം നാം എല്ലാവരും ഒരൊറ്റക്കെട്ടായി നിൽക്കേണ്ടതാണെന്നുള്ളൊരു മെസ്സേജും കൂടി നമുക്ക് കുട്ടികൾ തന്നു. അപ്പോൾ എന്തായാലും അടുത്ത ഒരു പിരമിഡ് ഡാൻസും കൂടി കാണാം. വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രോഗ്രാം നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതും കൂടി കാണണം. സത്യം പറഞ്ഞാൽ ചെറിയ മക്കൾ അതിശയിപ്പിക്കും വിധം വളരെ മനോഹരമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും തന്നെ മനസ്സിലാവും കേട്ടോ. കാരണം ഇപ്പം പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാം ഒരുപോലെ ഉണ്ടെന്നുള്ളത്. പക്ഷേ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൽ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു കൈ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ 2 കൈ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ കുട്ടികളെ വ്യത്യസ്ത തരത്തിലുള്ള പെർഫോമൻസാണ് കേട്ടോ. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. പിന്നെ അതിനിടയിൽ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചെയ്യാത്തവർ കേട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാംസുകളൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കാണാം. എന്തായാലും നമ്മുടെ ഈ വർഷത്തെ ഇൻഡിപെൻഡൻസ് ഡേ വളരെ മനോഹരമായി തന്നെ നമ്മൾ ആഘോഷിച്ചു. അപ്പോൾ നിങ്ങളോ? കമൻറ്റിലൂടെ അറിയിക്കണേ. ബൈ.